ദുനിയാവിനെ കഷ്ടം വെട്ടി ആഖിറത്തിന്റെ ഓട്ട അടക്കണമെന്നാണ്. മറിച്ച് ആഖിറത്തിനെ വെട്ടി ദുനിയാവിന്റെ കുപ്പായത്തിന്റെ ഓട്ട അടക്കരുത്. അത് നഷ്ടമാണ്. രണ്ടും ഉണ്ടാവില്ല. ശാശ്വതമായ കുപ്പായം ഉണ്ടാവില്ല, ഈ കുപ്പായത്തിനായിട്ട് കേട് തീരുമില്ല. അതാണ് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ദുനിയാവിനെ വിറ്റ് ആഖിറം വാങ്ങണം. ദുനിയാവിൽ കുറെ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നാലും ആഖിറത്തിന് കോട്ടമുണ്ടാവരുത് എന്നതാണ് അടിസ്ഥാനം. ഇത് മനസ്സിലാവാത്ത ആരുമില്ലല്ലോ. ഇത് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചൊരു നിയമമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് അതാണ്. അതുകൊണ്ട് നമ്മുടെ അടിസ്ഥാനം അതാണ്. ദുനിയാവിന് വേണ്ടി ആഖിറത്തിനെ മുറിക്കാൻ പാടില്ല. ആഖിറത്തിന് വേണ്ടി ദുനിയാവ് നഷ്ടപ്പെട്ടാലും തിരക്കടില്ല, അത് ലാഭകരമാണ് എന്നതാണ്. ഈ അടിസ്ഥാനത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇത് രാഷ്ട്രീയ സംഘടന ഒന്നുമല്ലല്ലോ. നേരത്തെ പറഞ്ഞ ദീൻ ആഖിറത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്ന മുഅ്മിനീങ്ങളാണ് നമ്മളെങ്കിൽ നമ്മുടെ മുമ്പിൽ നമുക്ക് രക്ഷാ സമസ്ത മാത്രമാണ്. ആർക്കോ സംശയമുണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? സമസ്തയിൽ ഉമർ ഫൈസിന്റെ വിചാരിച്ച അതിന് കേടൊന്നുമില്ല. സമസ്ത കേടൊന്നുമില്ല. ഒരു പക്ഷെ ഞാൻ കേടായിരിക്കാം, ആയിക്കോട്ടെ. സമസ്ത എന്ന് പറയുന്നത് ആരാ? മഹാനായ ശംസുൽ ഉലമ, നമ്മൾ പഠിത്ത് കണ്ട ആളാണ്. നവ്വറല്ലാഹു മർക്കദഹു. അയാളുടെ ഒക്കെ പദവി എന്താ? ജീവിതത്തിൽ ഒരു ശ്വാസം പോലും എന്തെങ്കിലും മറ്റൊന്നിന് ചെലവാക്കിയിട്ടില്ല. ഒക്കെ നമുക്കറിയുന്നതല്ലേ. ചെറുപ്പത്തിലെ പണ്ഡിത കുടുംബത്തിൽ ജനിച്ചു. പണ്ഡിതന്മാര് ഉമ്മയും ബാപ്പയും ഒക്കെ തന്നെ പഠിപ്പിച്ചു. പിന്നെ പഠിക്കല് തന്നെ. അങ്ങനെ വെല്ലൂർ ബാക്കിയാത്തിൽ പോയി ബിരുദമെടുത്തു. അതുവരെ പഠിക്കല. പിന്നെയും മരിക്കുന്നവരെ പഠിക്കൽ തന്നെ. പിന്നെ അവിടുത്തെ മുദരിസായി ബാക്കിയാത്തിൽ തന്നെ. പിന്നെ കേരളത്തിൽ വന്ന് പല സ്ഥലത്തും മുദരിസായി. ഉന്നത സ്ഥാപനങ്ങളിലൊക്കെ മുദരിസായി. പട്ടിക്കാടായി, നന്ദിയിലായി, അങ്ങനെ പലയിടത്തുമായി. അതോടുകൂടെ ദീനീ ദഅവത്തിന് വേണ്ടി രാപ്പകലില്ലാതെ ഓടി നടന്നുകൊണ്ട് ഈ മുജാഹിദ് പ്രസ്ഥാനത്തെയും പിന്നീട് വന്ന ഖാദിയാനി പ്രസ്ഥാനം അടക്കമുള്ള മൗദൂദി പ്രസ്ഥാനം അടക്കമുള്ളവരെയൊക്കെ ഗണ്ണിച്ചുകൊണ്ട് അതിനൊക്കെ ഒരു മൂലക്കാക്കുന്നതിൽ ജീവിതം മുഴുവനും മുഴിഞ്ഞു വെച്ച മഹാനാണ് ബഹുമാനപ്പെട്ട റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദോ. ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മനുഷ്യനാണ്. ഇങ്ങനെയുള്ള മഹാന്മാരാണ് ഇതിനെ നയിച്ചു വരുന്നത്. അതിനുള്ള മഹാന്മാരെ പറ്റിയൊക്കെ നമുക്ക് അങ്ങനെ ഒരുപാട് മഹാന്മാരെ കുറിച്ച് നമ്മൾ അറിയുന്നവരാണ്. അവരൊക്കെ ജീവിത വിശുദ്ധി അതാണ്. അങ്ങനെയുള്ള വിശുദ്ധന്മാരാണ് അമ്പിയാക്കന്മാരുടെ അനന്തരഗാമികളായി സമസ്തയെ നയിച്ചു പോകുന്നത്. അവര് അല്ലാതെ പിന്നെ നമുക്ക് ആരാ നേതൃത്വം നൽകാനുള്ളത്? ഏത് സംഘടനയിൽ നമ്മൾ ചേരേണ്ടത്? ജമാഅത്തെ ഇസ്ലാമി പിന്നെ വന്നതാ മൗദൂദിന്റെ. ഇപ്പൊ നമ്മള് ജമാഅത്തെ ഇസ്ലാമിനെ തന്തല്ലാത്ത ജമാഅത്തെ ഇസ്ലാമി എന്നാ പറയാം. അതൊരു ചീത്ത വിളിക്കുന്ന വാക്കല്ല. തന്തല്ലാത്തെന്ന് പറഞ്ഞാല് ബാപ്പ ഇല്ലാത്തതെന്നാണ് മലയാളത്തിൽ. തന്ത ഇല്ലാത്തെന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിച്ച് പറയുന്ന ഒരു വാക്കാണെങ്കിലും ബാപ്പ ഇല്ലാത്തത്. എന്താ ബാപ്പ ഇല്ലാതായത്? അബുൽ അഅ്ല മൗദൂദി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഇത് ഉണ്ടാക്കിയത്. അതിന്റെ എല്ലാം അവനാണ്, അദ്ദേഹമാണ്. എന്നിട്ടോ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, കേരള അമീർ ഞങ്ങൾക്ക് അദ്ദേഹവുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞില്ലേ? കേട്ടില്ലേ? വായിച്ചില്ലേ? അബുൽ അഅ്ല മൗദൂദിയുമായിട്ട് ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു ബന്ധവുമില്ല എന്ന് ആര് പറഞ്ഞു? കേരള അമീർ പറഞ്ഞു. അതിനുമുമ്പ് വേറെ പലരും ഒക്കെ പലതും പറഞ്ഞിട്ടുണ്ട്. ഇതോടുകൂടെ നമുക്ക് തന്തയില്ലാത്ത ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നതിന് ഒരു കുറവും വിചാരിക്കേണ്ട. അതൊരു നമ്മളൊരു ഒരു മോശമായ വാക്കായിട്ട് പറയുന്നതല്ല, ഉള്ളൊരു യാഥാർത്ഥ്യം പറയുന്നു എന്നേ ഉള്ളൂ. അങ്ങനെയല്ലേ വരിക? അവനാന്റെ തന്തനെ നിഷേധിച്ചാൽ എന്താ പറയാ? തന്തല്ലാത്തെന്ന് പറയും. ഇതിനെന്താ പറയാനുള്ളത്? അദ്ദേഹത്തിന്റെ പാഠങ്ങളാണ് തഫ്ഹീമുൽ ഖുർആൻ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ രചനകളും അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം പഠിപ്പിച്ച അഖീദ ഉൾക്കൊണ്ടുകൊണ്ട് വളർന്ന ഒരു സംഘടനയാണ്. വളർന്നെന്ന് പറഞ്ഞാൽ ആ മദ്ദളത്തിലുള്ള വളർച്ച, ആ വളർച്ച പ്രാപിച്ച ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഇപ്പൊ അവർ തള്ളി പറഞ്ഞു. അടിയന്തരാവസ്ഥയിൽ അവരുടെ നേതാക്കൾ അറസ്റ്റ് ചെയ്ത് നമ്മൾ അമീർ അബ്ദുള്ള മൗലവി ഒക്കെ ഉണ്ടായിരുന്നു ചേന്നമംഗലൂരിൽ. അവരൊക്കെ അറസ്റ്റ് ചെയ്തു ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയിൽ. അന്ന് മാപ്പ് എഴുതി കൊടുത്തുകൊണ്ട് പോകുന്നവരാ അവര്. ആദർശം വില വിറ്റുകൊണ്ട് പോകുന്നവരാ. അന്ന് കമ്മ്യൂണിസ്റ്റുകാരടക്കം അവിടെ ഉറച്ചു നിന്നു, ജയിലിൽ കടന്നു. ഈ ജമാഅത്തെ ഇസ്ലാമി നമ്മൾ നിങ്ങളൊക്കെ അംഗീകരിച്ചോളാം, നമ്മൾ പുറത്താക്കി തരണം എന്ന് പറഞ്ഞിട്ട് അപേക്ഷ കൊടുത്തിട്ട് ഇറങ്ങിപ്പോകുന്നവരാ. ഇതാണ് തന്തിയില്ല ഉളുപ്പില്ലാത്തവര്. ഞാൻ എന്തൊക്കെ കൂട്ടി പറഞ്ഞാൽ വൈകുന്നേരം നേരം വിളിക്കുന്നതേ പറയാൻ പറ്റും അങ്ങനത്തെ കുറെ വാക്കുകൾ അവരെ പറ്റി. അവര് ദീനിനെ വികലമാക്കി എന്തൊക്കെയാണ്? മത രാഷ്ട്രവാദം എന്ന് പറയുന്ന ഒന്ന് കൊണ്ടുവന്നു. അതുകൊണ്ട് പലർക്കും അതിന് എതിർപ്പൊക്കെ ഉണ്ട്.
നമ്മളെ വിഷയം അതല്ല. ഇപ്പൊ അടുത്ത് മഞ്ഞാന്നോ നാളോട്ടോ നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും, ബൈത്തുൽ സക്കാത്ത്. ബൈത്തുൽ സക്കാത്ത് എന്ന് പറയുന്ന ഒരു സംവിധാനം. എന്താണത്? സക്കാത്ത് കൊടുക്കേണ്ട ആൾക്കാരോടൊക്കെ സക്കാത്ത് പിരിപ്പിച്ചിട്ട് പുട്ടടിക്കുക. ഇതന്നെ പിരിവെടുക്കുക, സക്കാത്ത് എല്ലാവരോടും പിരിച്ചെടുക്കുക, എന്നിട്ട് അവരതൊരു ഫണ്ടാക്കി വെക്കുക. അതിലിപ്പം നമുക്ക് എല്ലാവർക്കും ചെലവാക്കാം. എന്താവശ്യം വന്ന് ചോദിച്ചാലും അതിനൊക്കെ ചെലവാക്കാം. ആഫീസ് കാര്യങ്ങൾ ചെലവാക്കാം, സമ്മേളന നടത്തിന് വേണ്ടി ചെലവാക്കാം. അങ്ങനെ അവരുടേതായിരിക്കുന്ന എന്തൊക്കെ ഉദ്ദേശമുണ്ട് ആ കാര്യങ്ങൾ പൊതു ഫണ്ട് പോലെ ചെലവാക്കുന്നു. ഇത് ഇസ്ലാമികമാണോ? ഈ സക്കാത്ത് കൊടുക്കേണ്ട ആൾക്കാർ അത് സക്കാത്ത് വീടി എന്നുള്ള ആൾക്കാണ് കൊടുക്കുന്നത്. സക്കാത്ത് വീടുവോ? ഇന്നമസ്സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകിൻ വൽ ആമിലിൻ അലൈഹി എന്ന് പറഞ്ഞ 8 കൂട്ടർ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സക്കാത്തിന്റെ അവകാശികൾ ഫക്കീർ, മിസ്കീന്, പുതുവിശ്വാസി, അങ്ങനെ തുടങ്ങിയിട്ട് അതിന് പ്രവർത്തിക്കുന്നവര്, മുഅല്ലഫത്ത് ഖുലൂബ്, അങ്ങനെ ഒരുപാട് 8 ആൾക്കാർ. ആ 8 ആൾക്കാരാണ് അവകാശികളെന്ന് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. സക്കാത്ത് അവർക്കേ കൊടുക്കാൻ പാടുള്ളൂ. ഇസ്ലാമിക് സർക്കാരാണെങ്കിൽ അവർ ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് പിരിച്ച് അങ്ങനെ ചെയ്യണം. അല്ലാതെ ഒരു കമ്മിറ്റി എന്ന് പറയുന്നത് സമസ്ത നേരത്തെ എതിർത്തതാണ്. വഹാബികൾക്കും ഉണ്ട് അങ്ങനെ ഒരു പരിപാടി. നേരത്തെ പറഞ്ഞ മുജാഹിദീങ്ങൾക്ക് സക്കാത്ത്, സംഘടിത സക്കാത്ത്, അത് ഇസ്ലാമികമല്ല. അതുണ്ട് ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ അതിന്റെ കാലിയാർ, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട അമീറന്മാർക്ക് അത് കൈകാര്യം ചെയ്യാം. അവരും ചെയ്യേണ്ടത് അങ്ങനെ തന്നെയാണ്. എങ്ങനെ? അവകാശികൾക്ക് എത്തിക്കണം, എങ്കിലേ ചെയ്യാൻ പാടുള്ളൂ. ഇതല്ലാതെ ഒരു പൊതു ഫണ്ടാക്കിക്കൊണ്ട് ഒരു ജമാഅത്തെ ഇസ്ലാമിന്റെ ഒരു വർഷത്തെ ഒരു ബാലൻസ് ഷീറ്റ് എനിക്ക് കിട്ടിയിരുന്നു. അതിൽ വരവ് ഇത്ര, ചെലവ് ഇത്ര, ബാലൻസ് ഇത്രയാണ്. എന്തായി ബാലൻസ്? ബാലൻസ് ആക്കാൻ പറ്റിയ സാധനമാണത്. അത് കൊടുത്ത് തീർക്കണ്ടേ? അവകാശികൾ കൊടുത്ത് തീർക്കണ്ടേ? ഇത് സാധാരണ ഫണ്ട് പോലെ കമ്മിറ്റിന്റെ ഒക്കെ കണക്ക് വായിക്കുന്ന പോലെ ബാലൻസ് വായിക്കേണ്ട സാധന. ഈ നിലക്ക് ദുരുപയോഗം ചെയ്യുന്നു. അതിന് കൂട്ടുനിന്നുകൊണ്ട് പ്രസ്താവന ഇറക്കാൻ ചില ആൾക്കാരും, ഇവരെല്ലായിട്ടാണ്, ബോധമില്ലായിട്ടാണ്. എന്താണ് ഇസ്ലാം, സക്കാത്ത് എന്താന്ന് തിരിയണ്ടേ? അതിന്റെ ഉദ്ഘാടനം, അതിന്റെ പരിപാടികളൊക്കെ നമ്മളൊക്കെ പോയിട്ട് എന്താക്കാണ്, അതിന്റെ കൊടിയും പിടിച്ചിട്ട് അതിന് വിജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ജിഫിരി തങ്ങളോ അല്ലെങ്കിൽ MT അബ്ദുൽ മുസ്ലിയാരോ ഒക്കെ പറയാണ് അത് വിജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ കൊടുക്കൂലേ? സക്കാത്ത് കൊടുക്കാനുള്ളവരൊക്കെ കൊടുക്കൂലേ? സക്കാത്ത് നടക്കുവോ? സക്കാത്താവോ? അങ്ങനെ ചില ആൾക്കാർ നമ്മളെ കൂട്ടത്തിൽ. ഞാൻ പാരി പറ്റിയല്ല പറഞ്ഞിട്ട് മൊത്തത്തിൽ പറയാണ്, അല്ലേ? മൊത്തത്തിലേ പറഞ്ഞോളൂ, മൊത്തത്തിലാ പറഞ്ഞത്. ഇത് ഉൾക്കൊള്ളണം. ഇങ്ങനെ ഈ കക്ഷികൾ, ഇസ്ലാമിന് വിരുദ്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആട്ടിയ ഈ കക്ഷികൾ, 73-ൽ ആട്ടിയ കക്ഷികൾ, ഈ കക്ഷികളുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നത് അത് ഇസ്ലാമികമല്ല. അതിങ്ങനെ ഇസ്ലാമാവുക? തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്നാണ്. തഖ്വയും നല്ല കാര്യത്തിനെ സഹായിക്കാനും സഹകരിക്കാനും പാടുള്ളൂ. കുറ്റകരമായ തെറ്റായ സംഗതികളോട് സഹകരിക്കുകയോ അതിനെ സഹായിക്കുകയോ ചെയ്യാൻ പാടില്ലെന്ന് ഖുർആന്റെ കൽപ്പനയാണ്. ഇതിപ്പോ നമുക്ക് പറയാതെക്കാൻ പറ്റോ? ഖുർആൻ പറഞ്ഞത് പറയാനല്ല ഉലമാക്കൾ ഏൽപ്പിച്ചിരിക്കുന്നത്. വറസത്തുൽ അംബിയ എന്ന് പറഞ്ഞ അനന്തരഗാമികളായിരിക്കുന്ന ഉലമാക്കൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഇത് പറയാൻ പാടില്ല. അത്രേ, ഒരു കാര്യവും പറയാൻ പാടില്ല. ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ പറയുന്നതേ പറയാൻ പാടുള്ളൂ. കേന്ദ്ര സർക്കാർ വഖഫ് ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ എന്താ വഖഫ് ബില്ല്? നമ്മളെ വഖഫുകളൊക്കെ പിടിച്ചെടുക്കാൻ, സർക്കാരിന് പിടിച്ചെടുക്കാൻ, ഉത്തരേന്ത്യയിലൊക്കെ നോക്കിയാൽ അവിടുത്തെ ഒക്കെ ഗവൺമെന്റ് സ്ഥാപനങ്ങളും പൊതു പരിപാടികൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പിന്നെ മ്യൂസിയങ്ങളൊക്കെ തന്നെയും വഖഫുകളാ അധികവും. വഖഫുകളാ. നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് വഖഫുകൾ അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വഖഫ് സ്വത്തുക്കള് കൈയടക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. മുസ്ലിങ്ങളുടെ വഖഫുകളൊക്കെ കൈയെടുക്കാൻ വേണ്ടി. ഇപ്പം നമ്മൾ അധ്യക്ഷൻ വരുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പൊ ഈ വഖഫ് സ്വത്തുക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കേരളത്തിൽ ഇപ്പൊ ഒരു പ്രശ്നമായി കിടക്കുന്ന വഖഫ് സ്വത്തുണ്ട്. മുനമ്പം, എറണാകുളത്ത് മുനമ്പം വഖഫ് ഭൂമി. എല്ലാവരും അവിടെ ഇരിക്കും, നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ കേൾക്കേണ്ടതാണ്, നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ.
404 ഏക്കർ സ്ഥലം അത് പണ്ട് നല്ല സ്വാലിഹ്യങ്ങളായ ആൾക്കാർ വഖഫാക്കിയതാ ഫറൂഖ് കോളേജിന് വേണ്ടി. ഫറൂഖ്, ഞാനിതിപ്പോൾ അവിടെ പറയേണ്ട ഒരു വിഷയമല്ല, നമ്മൾ കൂട്ടത്തിൽ പറയാന്നുള്ളൂ, പലതും അങ്ങനെ പറയാനുണ്ട്. കേരളത്തില് ഭൗതിക വിദ്യാഭ്യാസത്തിന് പിന്നിലായിരുന്നു നമ്മളെ മുസ്ലിങ്ങളൊക്കെ. അതിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി ഒരു ഭൗതിക സ്ഥാപനം ഫറൂഖ് കോളേജ് എന്ന പേരിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല മനുഷ്യർ നല്ല മനസ്സോടുകൂടെ വഖഫ് ചെയ്തതാണ് എറണാകുളത്തെ ഈ 404 ഏക്കർ. അതിൽ പറയുന്നുണ്ട്, അതിന്റെ ആധാരത്തിൽ പറയുന്നുണ്ട്, ഇത് വഖഫ് ആധാരമാണ്, എന്റെയും എന്റെ കുടുംബങ്ങളുടെയും പരലോകണത്തിന് വേണ്ടി വഖഫാക്കിയതായിരിക്കുന്നു അതിന്റെ ആധാരത്തിൽ പറയുന്നുണ്ട്. വഖഫായില്ലേ ഒരു സാധനം വഖഫാവാൻ, വഖഫ്തു ഹാദൽ മാൽ, ഇത് ഞാൻ വഖഫാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ വഖഫായി, അതാണ് അതിന് വേണ്ടതുള്ളൂ, വേറൊന്നും വേണ്ട. അത് ആധാരത്തിൽ 2 സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. ആ വഖഫ് ആധാരം അത് വഹാബികളാണ് ഫറൂഖ് കോളേജ് കൈകാര്യം ചെയ്യുന്നത്. വഹാബികളാ, അത് അവർക്ക് ഞാൻ പറഞ്ഞ അതാണ്, ഹക്കും ബാത്തിലും ഒന്നുമില്ല, പൈസ വാങ്ങിയിട്ട് സാപ്പിടണമെന്നേ ഉള്ളൂ. അവരത് വിറ്റു. വഖഫ് എന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് യൂറസു എന്നൊക്കെ പറയുന്നുണ്ട്. വഖഫ് സ്വത്ത് അനന്തരം എടുക്കാൻ പറ്റൂല, വെറുതെ കൊടുക്കാൻ പറ്റൂല, അത് കൈകാര്യം ചെയ്യാൻ പറ്റൂല, അതിന്റെ മൂലധനമാണ് ബാക്കി വേണം. അതിന്റെ ഉപകാരം എടുത്തുകൊണ്ട്, അതിന്റെ അനുഭവം എടുത്തുകൊണ്ടിട്ട് എന്തിനാണോ ബാക്കി വെച്ചിരിക്കുന്നത് അതിൽ മാത്രം ചെലവഴിക്കാനാണ്. പള്ളിക്ക് വഖഫാക്കി, ഒരു തെങ്ങ് വഖഫാക്കി നിൽക്കും, ഒരു തെങ്ങ്, ആ തേങ്ങ പറിച്ചിട്ട് പള്ളിന്റെ മുക്കറിക്കോ ശമ്പളം കൊടുക്കാന്നല്ലാതെ വേറെ ഒന്നിനും പാടില്ല. അതാണ് നമ്മൾ വഖഫ് എല്ലാവർക്കും അറിയാലോ. എന്നാൽ ഫറൂഖ് കോളേജിലെ അത്യാവശ്യ കാര്യങ്ങൾക്ക് ചെലവഴിക്കാൻ, അതിന്റെ വരുമാനം എടുത്തുകൊണ്ട് ചെലവഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വഖഫാക്കിയത്. ഇവരത് പോയി നോക്കാൻ മടിച്ചിട്ട്, എറണാകുളത്തല്ലേ ഇത്, ഫറൂഖുലല്ലേ, അവരത് വിറ്റു. അവിടെ കുറെ ആൾക്കാർ കുടിയന്മാരുണ്ട്, കുറച്ച് 10-600 വീട്ടുകാരുണ്ട്. അത് കയ്യേറിയവരുണ്ട്, വിറ്റ് വില കൊടുത്ത് വാങ്ങിയവരുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി അവിടെ റിസോർട്ടുകൾ, വലിയ റിസോർട്ടുകൾ നടക്കുന്നുണ്ട്, കള്ളുഷാപ്പുകൾ അടക്കമുണ്ട്. ഇത് വഖഫ് ഭൂമിയല്ല, ഇത് ഗിഫ്റ്റ് കിട്ടിയതാണ് എന്നാണ് വിറ്റ കള്ളന്മാരായ വഹാബികൾ പറയുന്നത്. വിറ്റ വഹാബികളുടെ വാദം അതാണ്. ഇതിനെ കൂട്ടുപിടിച്ചും പിന്തുണ കൊടുത്തുകൊണ്ട് ചില രാഷ്ട്രീയക്കാരും പറയാൻ പാടുണ്ടോ? കേന്ദ്രത്തിലാണെങ്കിൽ നമ്മൾ വഖഫ് തകർക്കാൻ വേണ്ടി BJP സർക്കാർ, കേരളത്തില് നമ്മുടെ ചില രാഷ്ട്രീയക്കാരും. ഇങ്ങനെ പോയാൽ എവിടെ എത്തതീന്? ഇത് നമുക്ക് വിളിച്ചു പറയണ്ടേ? ഇത് പറഞ്ഞാല് നമ്മളെന്തോ കാട്ടും. ഇതാണ്. അതുകൊണ്ട് കാട്ടിയാലും വേണ്ടില്ല, കാട്ടിയാലും വേണ്ടില്ല, പറയേണ്ടത് പറയണം. അത് വഖഫാണ്, അത് സംരക്ഷിക്കണം. ഞാനത് പറഞ്ഞിട്ടുണ്ട്. അത് സംരക്ഷിക്കണമെന്ന് മാത്രമല്ല, അവിടെ വില കൊടുത്ത് വാങ്ങിയവരെ ഒഴിപ്പിച്ച് അവർക്ക് നഷ്ടം ഫറൂഖ് കോളേജിന്റെ കമ്മിറ്റിക്കാരോട് വാങ്ങിക്കൊടുക്കണം. ഇതാണ് നമ്മുടെ അഭ്യർത്ഥന, നമ്മുടെ കൽപ്പന ഇതാണ്. ഇത് ജനങ്ങൾ അറിയണം. അത് വാങ്ങിക്കൊടുക്കണം. അവർ കൊടുത്തിട്ട് ആ വഖഫ് സ്വത്ത്, വാഖിഫ് എന്തിനാണ് വെച്ചിരിക്കുന്നത് വെച്ചാൽ അതിന് കൊടുക്കണം. ഇതാണ് വഖഫ് ചെയ്ത അവരുടെ കുടുംബക്കാരുണ്ട്, അവരും അതാണ്, അവരും പറയുന്ന അതാണ്. അവരുടെ കുടുംബത്തിൽ ബാക്കിയുള്ളവരുണ്ട്. അതിനിപ്പോ ആ വഖഫ് ആധാരത്തിൽ ഒരു ക്ലോസ് ഉണ്ട് അവസാനം. ഫറൂഖ് കോളേജ് സർക്കാർ ഏറ്റെടുക്കുകയോ കമ്മിറ്റി ദുർബലമാവുകയോ ചെയ്താൽ അത് ഈ കുടുംബത്തിൽ അവശേഷിക്കുന്നവർക്ക് തിരിച്ചു കൊടുക്കണം. ഇതെന്താ വാക്ക്? നടത്താൻ ആളില്ലാതെ വരുമ്പോൾ നടത്താൻ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കണം എന്ന് അതിന്റെ അർത്ഥം. എല്ലാവർക്കും അറിയാതെ എന്നല്ലാതെ പറയുന്നത് അതിന് അർത്ഥം. തലക്കല് രണ്ട് സ്ഥലത്ത് വഖഫാണെന്ന് പറഞ്ഞാൽ പിന്നെ അത് ദുർബലാവോ? കമ്മിറ്റിക്കാരെ ഏൽപ്പിച്ചു, കോളേജ് കമ്മിറ്റിക്കാരെ ഏൽപ്പിച്ചാൽ അവരെ നടത്തും. അവരില്ലാതായാലോ നടത്താനുണ്ടാവോ? അപ്പൊ അന്യാധീനപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളെ കുടുംബത്തിൽ അവശേഷിക്കുന്നവർ നടത്തിക്കൊള്ളുന്നുള്ളതാണ്. ഈ ഒരു വാചകം ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ഇത് ഗിഫ്റ്റാണ്, വഖഫല്ല എന്ന് അവർ പറയുന്നത്. നോക്കിയാൽ എല്ലാവർക്കും തിരിയും. ഇങ്ങനെ ഓരോ സംഗതിയിലും ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ പരസ്യമായി വ്യഭിചരിക്കപ്പെടുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പറയാൻ പലരും മടിക്കുകയാണ്, പേടിക്കുകയാണ്. പറയേണ്ടപ്പോൾ പറയണല്ലോ, അല്ലെങ്കിൽ അതിന്റെ അനർത്ഥം വലുതായിരിക്കും. ഇപ്പൊ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഒരു തീരുമാനമെടുത്താൽ അതിന്റെ കൂടെയാണ് സുന്നികളായ ആളുകൾക്ക് നിൽക്കേണ്ടത്. ആർക്കോ സംശയമുണ്ടോ? കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനമെടുത്താൽ കോൺഗ്രസ്സുകാരൊക്കെ അതിന്റെ കൂടെ നിൽക്കണം. തീരുമാനത്തിനെതിരെ കോൺഗ്രസ്സുകാർ പുറത്താക്കും. നമ്മുടെ മുസ്ലിം ലീഗ് ഒരു തീരുമാനം എടുത്താൽ അത് ചെയ്യാത്തവരെന്താക്കും? പുറത്താക്കും. ഇതൊക്കെ കാണുന്നതല്ലേ? കമ്മ്യൂണിസ്റ്റുകാരാണ്, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ ചെയ്യുന്ന അതാണ്. നമ്മുടെ സമസ്തക്ക് മാത്രം അത് ബാധകമല്ല എന്നാണ് ഇപ്പോഴത്തെ നിയമം, എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇവരൊക്കെ ചേല് കണ്ടാൽ
സമസ്തയ്ക്ക് വിരുദ്ധമായി സമസ്ത ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന്റെ കൂടെ നിൽക്കണമെന്ന് പറയുന്ന ഒരു ന്യായല്ലേ? ഏത് ബുദ്ധിയില്ലാത്തവനക്ക് തിരിയില്ലത്? ഏതൊരു സംഘടന അങ്ങനെ തന്നെയല്ലേ? ഇപ്പൊ CIC വിഷയം ഇന്നലെ ഇവിടെ നമ്മളെ സത്താർ മാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. CIC വിഷയത്തില് അത് CIC വളർത്തിയത് സമസ്തയാണ്. സമസ്തന്റെ അഡ്രസ്സിൽ വളർന്നതാണ്. വാഫി വഫി എന്ന് പറഞ്ഞ ആ സംവിധാനം സമസ്തന്റെ സഹായം ഇല്ലാതെ വളരൂലായിരുന്നു. പിന്തുണ കൊടുത്തുകൊണ്ടും അതിനെല്ലാ വിധത്തിലും അംഗീകരിച്ചുകൊണ്ടും പോന്നതാണ് സമസ്ത. അതുകൊണ്ട് വളർന്നു. അത് വളർന്നു വന്നപ്പം അതിന്റെ ഒരു ഏകാധിപതിയായ ഒരു മനുഷ്യൻ അതിനെ വഴിതിരിച്ചു വിട്ടു. നേരത്തെ പറഞ്ഞ വഹാബിസത്തിന്റെയും ജമാഅത്തെ ഇസ്ലാമിന്റെയും ഒക്കെ ആദർശങ്ങൾ കടത്തിക്കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞപ്പോൾ അത് പരിശോധിച്ചു സമസ്ത. അത് ബോധ്യപ്പെട്ട സമസ്ത അതിനെ വിലക്കി. അത് ശരിയല്ല, പോക്ക് ശരിയല്ല. അതിന് നേതൃത്വം കൊടുത്ത ഹക്കീം ഫൈസിയെ വിളിച്ചുകൊണ്ട് പല നിലക്കും അദ്ദേഹത്തോട് ഉപദേശിച്ചു നോക്കി. അദ്ദേഹം തിരുത്താൻ തയ്യാറായില്ല. അപ്പോഴാണ് ഹക്കീം ഫൈസി നേതൃത്വം കൊടുക്കുന്ന ഈ പ്രസ്ഥാനത്തിന് സമസ്തക്ക് യോജിക്കാൻ കഴിയില്ല, അതിന് ബന്ധമില്ല എന്ന് പറഞ്ഞത്. അപ്പൊ സുന്നികളായ ആൾക്കാരൊക്കെ അതിനോട് കൂടെ യോജിക്കണ്ടേ? അവരെല്ലാം സുന്നികളാവുള്ളൂ, സമസ്തക്കാരാവുള്ളൂ. അതിപ്പോ പറയാൻ പറ്റില്ലേ? അതാർക്കും മനസ്സിലാവില്ലേ? ഇപ്പം പിണറായി വിജയൻ ഇവിടെ ഒരു യാത്ര നടത്തി. നവയാത്ര, നവയാത്ര അല്ലേ? കേരള നവയാത്ര. അതിലിവിടെ കാസർകോട്ടുകാരനൊരു ലീഗുകാരനോ കോൺഗ്രസ്സുകാരനൊക്കെ പങ്കെടുത്ത് പോലൊക്കെ പുറത്താക്കി അല്ലേ? ആദ്യമായിട്ട് കേട്ട അതാണ്. ഇവിടെ പുറത്താക്കിയത് പങ്കെടുക്കാൻ പാടില്ല എന്ന് പാർട്ടി പറഞ്ഞപ്പം അതിൽ പങ്കെടുത്തതിന്റെ പേരിൽ പുറത്താക്കി. ശരിയായ നടപടിയാണ്, അതാണ് ശരി. പാർട്ടിന്റെ നേതൃത്വം ഒരു കാര്യം പറഞ്ഞാൽ അതിന് വിരുദ്ധമായി ചെയ്താണ് പുറത്താക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഈ കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ അതിന്റെ കൂടെ നിൽക്കാതെ അതിനെ പിടിച്ചു നിർത്തുന്നവര് എന്ത് ചെയ്യണം ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞിട്ട് കുഴപ്പമുണ്ടാക്കണ്ട, ഇത് മനസ്സിലായാൽ മതി. ഇതാണ് ഇവിടുത്തെ ആകെയുള്ള കുഴപ്പം. ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ അലക്കുന്നത് എന്താണ്? ഈ വിഷയ അത് ആരാണ് തിരുത്തണം? ഇങ്ങനെ ഒരു വിവാദമായ സംവാദം നടത്തപ്പോഴേ അതിനവസാനമായി ഞാൻ അടക്കമുള്ളവര് ബന്ധപ്പെട്ടെടുത്തൊക്കെ കൂടിയിട്ട് ചില സംഗതികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ മധ്യസ്ഥം വഹിച്ച നേതാക്കൾ, മുസ്ലിം ലീഗിന്റെ നേതാക്കളും സമസ്തയുടെ നേതാക്കളും ഇരുന്നു കൊണ്ട് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആ തീരുമാനവും നടപ്പാക്കാതെ പോവുകയാണ്. അവസാനമായി ഞാനടക്കമുള്ള 5 പേരും തങ്ങന്മാരും ഒക്കെ കൂടിയ സദസ്സിൽ വെച്ചുകൊണ്ട് ഈ വിഷയം പറഞ്ഞപ്പോഴും അതുകൊണ്ട് നമുക്ക് പരിഹരിക്കാമെന്ന് പറഞ്ഞ പ്രതീക്ഷയുണ്ട്. ഇൻഷാ അല്ലാഹ് അങ്ങനെ വരട്ടെ. ആ സമസ്തയുടെ തീരുമാനത്തിന്റെ പിന്നിൽ എല്ലാവരും അണിനിരക്കാമെന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, പൂക്കോട്ടൂരിനെ പോലെയുള്ളവർ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ 9 കാര്യം മധ്യസ്ഥന്മാരുണ്ടാക്കി വെച്ചിരിക്കുന്ന തീരുമാനമാക്കി വെച്ചിരിക്കുന്ന 9 കാര്യം സമസ്തയും CICയും അംഗീകരിക്കണം എന്നാ. സമസ്ത മുസാവറയിൽ വന്നു, ഞാൻ അബ്ദുസ്സലാം ദാരിമിയൊക്കെ ഉള്ള മുസാവറയിൽ വന്നു, ഞങ്ങളത് അപ്പടി എന്താക്കി അംഗീകരിച്ചു 9 കാര്യങ്ങൾ. പക്ഷെ CIC അംഗീകരിച്ചില്ല, അംഗീകരിക്കാതെ കിടക്കുകയാണ്. അംഗീകരിക്കാത്തവർ അംഗീകരിക്കുന്നവരുണ്ട്, അവരാണ് നിലപാട് പറയേണ്ടത്. ആ നിലപാടാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ പരിഹാരം ഉണ്ടാക്കുമെന്ന് അൽഹംദുലില്ലാഹ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ഈ സമസ്ത 100ാം വാർഷികത്തോട് അടുത്ത് നിൽക്കുന്ന ഈ സമയത്ത് ഭിന്നിപ്പുകളൊക്കെ അവസാനിച്ചുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി പോകണം. രാഷ്ട്രീയ പാർട്ടിക്കാരും സമസ്തക്കാരും ഒക്കെ ഒരുമിച്ച് കൊണ്ട് തന്നെ പോകണം. പല രാഷ്ട്രീയക്കാരും ഉണ്ട് ഇവിടെ. ആ ഒരു രാഷ്ട്രീയക്കാരോട് നമുക്ക് വിരോധമില്ല, പ്രത്യേക ബന്ധമൊന്നുമില്ല. അങ്ങനെ ചിലരൊക്കെ പറഞ്ഞുണ്ടാക്കുക. നമുക്കൊക്കെ നമ്മുടേതായിരിക്കുന്ന ഒരു നിലപാടുണ്ടല്ലോ. ഒരു ഇസ്ലാം ഈമാൻ മുള്ളുള്ളവരാണ് നമ്മളൊക്കെ. അപ്പൊ ഉമ്മത്തിന്റെ കൂട്ടായ്മയോട് എതിർപ്പ് ആർക്കും ഉണ്ടാവാൻ പാടില്ല. അത് രാഷ്ട്രീയമായിട്ടാണെങ്കിലും അല്ലാത്തതാണെങ്കിലും അത് വിജയിക്കണം, അതിന്റെ കൂടെ തന്നെ നിൽക്കണം എന്ന് തന്നെയാണ്. അത് ഒരു പക്ഷമായിട്ടോ അല്ലെങ്കിൽ ഒരു കളങ്കമായിട്ടോ പറയല്ല, ആത്മാർത്ഥമായി പറയുകയാണ്. മുസ്ലിം ഉമ്മത്തിന്റെ കൂട്ടായ്മ എവിടെയാണെങ്കിലും അത് ശക്തിപ്പെടുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പക്ഷെ അത് വഴിതെറ്റിപ്പോകരുത്. വഴിതെറ്റാതെ ഞാൻ നേരത്തെ പറഞ്ഞ അള്ളാഹുവിന്റെ ദീൻ നിലനിൽക്കുന്നതിന് വേണ്ടിയായിരിക്കണം. ഇതാണ്. ഇതില്ലാതെ പോകുമ്പോൾ വിഷമമുണ്ടാകും. ദീൻ ഇവിടെ നിലനിർത്തുന്നത് സമസ്തയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനൊന്നും പരിചയപ്പെട്ടതൊന്നല്ല. അങ്ങനെയാണല്ലോ. കേരളത്തിനെ സംബന്ധിച്ച് 11,000-ഓളം മദ്രസകളിൽ നിന്നായി, അറബി കോളേജുകളായി, ഒരുപാട് സംവിധാനങ്ങളായി.
SNEC എന്ന് പറയുന്ന പുതിയ സംവിധാനവും വാഫിയൊഫിയ അത് നമ്മുടെ പ്രസ്ഥാനമാണ്. അതിന് ചില കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് അതൊന്ന് ശുദ്ധമാക്കിയാൽ നമ്മുടെ തന്നെയാണ്, നമ്മൾ വളർത്തിയതുമാണ്. അതിൽ വന്ന് കടന്നുകൂടിയതൊക്കെ കഴുകി ശുദ്ധിയാക്കിയാൽ മതി. ഈ രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോകണം. എന്നിട്ട് 100ാം വാർഷികം നമുക്ക് വളരെ ഭംഗിയായി നടത്തണം, വളരെ ഭംഗിയായിട്ട് നടത്തണം. എല്ലാവരും സഹകരിക്കണം, മാറി നിൽക്കരുത്. നമ്മൾ ഈ പറഞ്ഞ സംഗതി നിങ്ങളൊന്ന് പരിശോധിക്കണം, എവിടെയാണ് തെറ്റ്. ഇപ്പൊ മുസ്ലിം ലീഗും സമസ്തയും ഒരുമിച്ച് പോരുന്ന സംഘടനയാണ്, ഒരുമിച്ച് പോന്നതാണ്. രാഷ്ട്രീയമായിട്ട് സമസ്തയുടെ നിലപാട് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് ഒരു പ്രത്യേക കൂറോ അല്ലെങ്കിൽ വിരോധമോ ഇല്ല എന്ന് തന്നെയാണ്. അത് പലവട്ടം പ്രഖ്യാപിച്ചതാണ്. എങ്കിലും മുസ്ലിം ലീഗിനോട് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ഉമ്മത്തിന്റെ സംഘടന എന്ന നിലയ്ക്ക് നമുക്ക് താല്പര്യമുണ്ട്. പക്ഷെ അത് വഴി നന്നായി പോകണം. സമസ്തയുടെ കൂടെ ഇങ്ങോട്ട് നിൽക്കണം, സമസ്ത അങ്ങോട്ട് നിൽക്കണമെങ്കിൽ സമസ്തയോടെ കൂടെ ഇങ്ങോട്ട് നിൽക്കാതെ അങ്ങോട്ട് നിൽക്കണം എന്ന് വാശി പിടിച്ചോണ്ടൊന്നും കാര്യമില്ല. സമസ്ത കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇതിനേക്കാളൊക്കെ വലിയ കടുത്ത തീരുമാനങ്ങൾ എടുത്തിൽ MES പ്രശ്നം അറിയുന്നവരുണ്ടായിരിക്കും. MES ഇതുപോലെ ഭൗതിക മേഖലയിലുള്ള വിദ്യാഭ്യാസത്തിന്റെ പോരായിക മുസ്ലിം സമുദായത്തെ പിന്നോക്കമാക്കിയിരിക്കുന്നു എന്നതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട ഗഫൂർ സാഹിബ് മരിച്ചുപോയി. ഡോക്ടർ ഗഫൂർ സാഹിബ്, അദ്ദേഹത്തിന്റെ നേതൃത്വ രൂപം കൊണ്ട ഒരു സംഘടനയാണ് MES. അന്ന് ബാഫക്കി തങ്ങളും CH മുഹമ്മദ് കോയ സാഹിബ് അടക്കമുള്ള ലീഗിന്റെ നേതാക്കളും സമസ്തയിലെ പണ്ഡിതന്മാരും ഒക്കെ ഒത്തൊരുമിച്ച് കൊണ്ട് തന്നെ അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് അവർ പ്രസ്ഥാനം വളർത്തി. കുറച്ചു കഴിഞ്ഞപ്പം അവരുടെ നിറം മാറി. ഭൗതികന്മാർക്ക് അവർ മതപരമായ ബോധമില്ല, അതിനേക്കാൾ കൂടുതൽ ഇസ്ലാമിന്റെ ചില കാര്യങ്ങളൊക്കെ എതിർത്തുകൊണ്ടും വിമർശിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടിട്ട് അവർ മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ എത്രത്തോളം എന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട EK അസം മുസ്ലിയാർ നവറല്ലാഹു മർക്കത്ത് ബഹുമാനവറുകൾ പറഞ്ഞു, ഗഫൂർ സാഹിബെ, നിങ്ങൾ മൂത്രത്തിലെ പഞ്ചസാര പരിശോധിച്ചാൽ മതി, ഞങ്ങളെ ദീനിന്റെ കാര്യം നിങ്ങൾ പരിശോധിക്കണ്ടെന്ന് പറഞ്ഞു. അതേവരെ എത്തി കാര്യം. അതിനൊരുപാട് കാര്യങ്ങളുണ്ട്. അവരെ വ്യതിയാനങ്ങളും തെറ്റായ സംഗതികളൊക്കെ. MESന്റെ ജേർണൽ ഉണ്ടായിരുന്നു, മാസിക. അതിൽ മൊയ്തു പടിയത്ത് എന്ന് പറയുന്ന ആൾ ഒരു തുടർ നോവൽ എഴുതി. എന്താ നോവലിന്റെ പ്രമേയം? നോവലിന്റെ പ്രമേയം ഇസ്ലാമിലെ ശരീഅത്ത് അനന്തരാവകാശ നിയമം അത് മാറ്റപ്പെടണം, അത് ശരിയല്ല എന്നാണ്. അങ്ങനെയായിരുന്നു ഇതിൽ പ്രമേയം. അതായത് ഒരാളുടെ മകൻ ജീവിച്ചു കൊണ്ടിരുന്നാൽ മകന്റെ മകന് സ്വത്തില്ല. ഇസ്ലാമിന്റെ ഒരു നിയമമാണ്. അതിന് യുക്തി ന്യായങ്ങളൊക്കെ വേറെ ഉണ്ട്. ഒരാൾക്ക് 2 മക്കളുണ്ടായിരുന്നു, അതിലൊരു മകന് കുട്ടികളൊക്കെ ഉണ്ട്, ആ വാപ്പ് മരിച്ചുപോയി, ആ കുട്ടികളുടെ വാപ്പ് മരിച്ചുപോയി. എന്നാൽ ആ കുട്ടികൾക്ക് അനന്തരത്തിന്റെ ഭാഗമില്ല, എങ്കിലും അവർ പരിഗണിക്കാൻ ഖുർആനൊക്കെ പറഞ്ഞിട്ടുണ്ട് വേറെ ചില നിലയ്ക്ക്. അത് ഇസ്ലാമിന്റെ നിയമമാണ്, ഖുർആന്റെ നിയമമാണ്. അതിനെ പരിഹസിച്ചുകൊണ്ടായിരുന്നു ആ നോവൽ ഉണ്ടായിരുന്നത്. വിശദീകരിച്ച് പറയാം, അപ്പൊ നേരമില്ലാത്തതുകൊണ്ട് ഞാനത് കാണാതെ പഠിച്ചതാണ്, അന്നൊക്കെ വായിച്ച് പഠിച്ചതാണ്. ആ ഒരു വിഷയം വന്നു. അതുപോലെ ഒരു സ്റ്റാർ നൈറ്റ് നടത്തി, സിനിമാ താരങ്ങളെ കൊണ്ടുവന്ന് നൃത്തം വെച്ചുകൊണ്ട് ഫണ്ടുണ്ടാക്കി. ഇതൊക്കെ വന്നപ്പോൾ സമസ്തക്ക് അതിന്റെ കൂടെ നിൽക്കാൻ പറ്റാതെയായി. ബഹുമാനപ്പെട്ട സമസ്ത സലാം പറഞ്ഞു പിരിഞ്ഞു. പ്രമേയം പാസ്സാക്കി. MESന്റെ പോക്ക് ശരിയല്ല, അതിനോട് ആരും സഹകരിക്കണ്ട എന്ന് പാസ്സാക്കി. ഇത് പറഞ്ഞതുപോലെ തന്നെ CISന്റെ വിഷയം പറഞ്ഞതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ സമസ്തയിലെ ആ പ്രമേയത്തിന്റെ അതേ കോപ്പി കൊണ്ടുപോയി മുസ്ലിം ലീഗിന്റെ സ്റ്റേറ്റ് കൗൺസിൽ കൊണ്ടുപോയി വായിച്ചു. ഐക്യകണ്ഠേന തക്ബീർ ചൊല്ലി പാസ്സാക്കി. മുന്നോട്ടും നോക്കിയില്ല. CH മുഹമ്മദ് കോയ പോലെയുള്ള പല പ്രഗത്ഭരായ ആൾക്കാർ നയിക്കുന്ന മുസ്ലിം ലീഗ് അതവർ പാസ്സാക്കി. അതിന്റെ ഫലമായിക്കൊണ്ട് റോഡുകളിലൊക്കെ തല്ല് നടന്നിട്ടുണ്ട് പല സ്ഥലത്തും. വടകരയിലൊക്കെ തല്ല് കൂടിയതൊക്കെ ഞാൻ കണ്ടതാ. മുസ്ലിം ലീഗ് MESുമായിട്ട് പല തല്ലുകളും ഉണ്ടായിട്ടുണ്ട്, പല സംഘടനകളുണ്ടായിരുന്നു. അവസാനം ഗഫൂർ സാഹിബിന് മെഡിക്കൽ കോളേജിൽ നിന്ന് പോകേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലാണ് ഇപ്പൊ നമ്മൾ എന്താ പേര്, അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലാണ് ഇവിടെ ഉണ്ടല്ലോ, ഇക്രല്ലാന്ന് അരയെടുത്ത് പാലത്തുള്ള ആശുപത്രി അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലായിരുന്നു. അതൊക്കെ വിറ്റ് മുടിച്ചാക്ക് പോകേണ്ടി വന്നു. ഫസൽ ഗഫൂറിന്റെ വാപ്പയാണ് ഇപ്പത്, ഇപ്പോഴുള്ള ഫസൽ ഗഫൂറിന്റെ. അങ്ങനെ എന്താക്കി MES ആകെ അങ്കലാപ്പിലായി. മുസ്ലിം ലീഗ് അന്നൊരു കാരണവും ചോദിച്ചില്ല, നമ്മൾ എടുത്ത തീരുമാനം എന്ന നിലയ്ക്ക് അതപ്പടി ആ പ്രമേയം കൊണ്ടുപോയി പാസ്സാക്കുക ചെയ്തത്. ഒരുപാട് ഒച്ചപ്പാടുകളും കലഹങ്ങളും അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇസ്ലാമിന്റെ കാര്യങ്ങളിൽ മുസ്ലിം ലീഗ് സമസ്ത തീരുമാനമെടുത്താൽ
ആ കാര്യം അപ്പടി മുന്നും നോക്കാതെ മുസ്ലിം ലീഗ് പ്രവർത്തിക്കലായിരുന്നു, തീരുമാനിക്കലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു സംശയമില്ല. ബാഫക്കി തങ്ങളൊക്കെ എന്തെങ്കിലും വിഷയങ്ങൾ മുസ്ലിം ലീഗിൽ ഉണ്ടായാൽ ഷെയ്ഖുന ശംസുൽ ഉലമയുടെ അടുക്കൽ വന്ന് കാര്യം ചോദിച്ചിട്ടാണ് തീരുമാനിക്കുക. അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നിലക്ക് പോകണം. ദീനിന്റെ കാര്യം പറയേണ്ട കാര്യം അമ്പിയാക്കന്മാരുടെ അനന്തരാമികൾക്ക് വിട്ടുകൊടുക്കണം. രാഷ്ട്രീയത്തിലെ പൊതുകാര്യങ്ങൾ, ഇപ്പൊ പെണ്ണുങ്ങൾ മത്സരിക്കുന്ന ഒരു കാര്യം വന്നു, സംവരണം വന്നു. അത് മുസ്ലിം ലീഗിനെ നേരിടുന്ന ഒരു സംഗതിയാണ്. സംവരണം വന്നു, പെണ്ണുങ്ങൾക്ക് ധാരാളം സീറ്റുകൾ. അവിടെ പെണ്ണുങ്ങൾ മത്സരിക്കാണ്ടിരുന്നാൽ നമ്മൾ പ്രതിനിധി ഉണ്ടാവില്ല. ഈ കാര്യം സമസ്തയോട് ചോദിച്ചു, സമസ്തയോട് ലീഗ് ചോദിച്ചു. അപ്പൊ അവർ മുഷാവറ കൂടിയിട്ട് അതിനെ തീരുമാനം എടുത്തു കൊടുത്തു. നമ്മുടെ പ്രതിനിധികൾ ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ അപകടമാണ്. അതുകൊണ്ട് അതിന്റെ ചില മര്യാദകളും അതിന്റെ ചിട്ടകളൊക്കെ പാലിച്ചുകൊണ്ടുള്ള മത്സരങ്ങൾ, അതിൽ പങ്കെടുക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. സഹകരണമാണ്, വേണല്ലോ. ഈ നാട്ടിൽ നാട് ഭരണത്തിന്റെ പങ്കാളിത്തം വഹിക്കാനാണല്ലോ രാഷ്ട്രീയ പാർട്ടി. അതില്ലാതെ വരുന്ന സമയത്ത് അപകടങ്ങൾ ഉണ്ടാകും. നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ നമുക്ക് പ്രതിനിധികൾ ഇല്ലാതെയാവും എന്നതുകൊണ്ട് അതിന് അനുവാദം കൊടുത്തു. ഇങ്ങനെയുള്ള പരിപാടികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കണ്ടേ? അല്ലാതെ ഒരു കൂട്ടരെ എന്തെങ്കിലും ത്വയ് തെറ്റിക്കൊണ്ട് പോകുമ്പം അതിന്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ അത് കൂട്ടാക്കാൻ പറ്റുമോ? അങ്ങോട്ടും പറ്റില്ല, അങ്ങോട്ടും പറ്റൂല. അപ്പൊ സമസ്ത എന്തെങ്കിലും ഒരു മോശമായത്, അരോചകമായത് പറഞ്ഞാൽ ലീഗിന് കുറ്റം പറയാൻ പറ്റില്ല. അതുപോലെ സമസ്തനെ പറ്റി ലീഗ് അരോചകമായി ചെയ്താൽ സമസ്തനും കുറ്റം പറയാൻ പറ്റില്ല. ഇതല്ലേ സഹകരണം എന്ന് പറയുന്നത്. അപ്പൊ ദീനിയായ കാര്യങ്ങൾ, അതിന്റെ മസലകളും കാര്യങ്ങളും പറയേണ്ട കാര്യത്തിൽ ലീഗ് ഇടപെടരുത്. അത് സമസ്തക്ക് വിട്ടുകൊടുക്കണം. അത് പറഞ്ഞാൽ ലീഗ് അനുസരിച്ചോളണം. ഇതാണല്ലോ ദീനല്ലേ. ദീൻ അവരല്ലേ കൈകാര്യം ചെയ്യേണ്ടത്. ഈ വിഷയത്തിൽ നിങ്ങൾ സാധാരണക്കാരിറങ്ങിക്കൊണ്ടിട്ട് ചോദിക്കേണ്ട അതാണ്. ഇത് മഹല്ലുകളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അന്ധമായ ലീഗ് അത് ശരിയല്ലല്ലോ. അന്ധമായ ലീഗ് എന്തായാലും തരക്കടില്ല എന്നുള്ള അത് ശരിയല്ല. ഞാൻ മുസ്ലിം ലീഗിനെ ഒറ്റപ്പെടുത്തി ആക്ഷേപിക്കുകയല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ മുസ്ലിം ഉമ്മത്തിന്റെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. അതും കൂടി നിങ്ങൾ കൂടി വായിക്കണം. അവസാനത്ത് മാത്രം വായിച്ചാൽ പോരാ. മുസ്ലിം ഉമ്മത്തിന്റെ സംഘടന, അങ്ങനെ ഒരു സംഘടന ഉണ്ടെങ്കിൽ, രാഷ്ട്രീയമായിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ നിൽക്കണം. പക്ഷെ അവരുടെ വഴി തെറ്റി പോകരുത്. അവർ സമസ്തയെ അംഗീകരിച്ചുകൊണ്ട് ദീനിന്റെ ചട്ടക്കൂട്ടിൽ കൂടെ നടക്കണം. രണ്ടും കൂടെ യോജിച്ചില്ലപ്പോ ഇതാ ഞാൻ പറയുന്നുണ്ട്. ഇന്ന് ഒന്നിനെ അടർത്തിയെടുത്തുകൊണ്ട് മറ്റേനെ തള്ളിയിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ട്. ഇത് നമ്മൾ എല്ലാവരും പറയണം. ഇത് പറഞ്ഞാൽ സംഗതി അവസാനിച്ചു. ഇപ്പൊ സമസ്ത ഒരു തീരുമാനം CIC-യിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കണം. എല്ലാവരും മുസ്ലിങ്ങൾ, ഉമ്മത്ത്, സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാർ പ്രത്യേകം അംഗീകരിച്ചോളൂ. പിന്നെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ സമസ്തനെ കൊഞ്ഞനം കാട്ടരുത്. അതിന്റെ ആധികാരിക മേഖലയിൽ നിൽക്കുന്നവർ ഇതിനെ കൊഞ്ഞനം കാട്ടിയോ പരിഹസിക്കുകയോ ഇതിന്റെ നേതാക്കളെ പുച്ഛിക്കുകയോ ചെയ്യുന്ന ഒരു സ്വഭാവം അവരിൽ നിന്നുണ്ടാവരുത്. ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ടാവരുത്, അകാരണമായിട്ടുണ്ടാവരുത്. ലാഹിബുല്ലാഹുൽ ജഹറ ബിസ്സൂഇ മിനൽ ഖൗലി എന്നല്ലേ, ഒന്നും ഉണ്ടാവരുത്. ഇല്ലാമൻ വലിം എന്ന് പറയുന്നുണ്ട്. ഇല്ലാമൻ വലിം, മദ്ലൂമാണെ പറയാ, അങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടും പറയാം. അപ്പൊ അകാരണമായിട്ട് എന്താക്കരുത്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് നേതൃത്വമാണ് പറയേണ്ടത്. അണികൾക്ക് നിർദ്ദേശം കൊടുക്കുന്ന നേതൃത്വമാണ്. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലേക്ക് തിരിച്ചു വരലാണ് ഇതിന് വഴി. അല്ലാതെ ഓരോ ദിവസവും ഓരോ വാട്സപ്പ് ഉണ്ടാക്കിക്കൊണ്ട് എന്തെങ്കിലും തോന്നിയാസം പറഞ്ഞാൽ പ്രശ്നം പരിഹരിക്കൂല. ഇത് മനസ്സിലാക്കാനും ചിന്തിക്കാനുമുള്ള നേതൃത്വത്തിന്റെ അപാകതയുണ്ടോ എന്നുള്ളതാണ് മനുഷ്യർ സംശയിക്കുന്നത്. ഇതിന് ഇന്നത്തെ കാലത്ത് ചാനലുകളുണ്ട്. അവർക്ക് എരുമ്പുളിയും കിട്ടണം. ഒരു ചെറിയ വിഷയം പറയാത്തത് പറഞ്ഞെന്നറിഞ്ഞുകൊണ്ട് അവർക്ക് എന്താക്കണം, വലുതാക്കി പറയണം. അതവരുടെ സ്വഭാവമാണ്. അവർക്ക് വ്യൂസ് ഉണ്ടാവണം. അവർ കാണുന്ന, അവരുടെ സ്ഥലത്ത് കാണുന്ന ആൾക്കാരുടെ എണ്ണം കൂടണം. അതാണ് അവരുടെ ലക്ഷ്യം. അതിനെന്ത് വേണം? എല്ലാ കുസൃതികൾ ഉണ്ടാക്കിയിട്ട് തമ്മിൽ അടുപ്പിക്കുന്ന സംഗതി അവർ നടത്തുന്നുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളെ കുറ്റമല്ല. അപ്പൊ അതിൽ ഹരം പിടിച്ചുകൊണ്ട് നമ്മളെ ചെറുപ്പക്കാരൊക്കെ അതിന്റെ ഭാഗത്ത് കൂടെ നീങ്ങുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു അപകടമാണ്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, അവിടെ പ്രസംഗിക്കാനും പാട ആൾക്കാരുണ്ട്. ഇത്തരം ഒരു വിഷയങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊക്കെ 5 നേരം പ്രാർത്ഥിക്കാറുണ്ട്. പടച്ചവനെ, അല്ലാഹുമ്മ അഇസ്സ ജംഇയ്യത ഉലമാഇന വഅല്ലിഫ് ബൈന ഖുലൂബി അല്ലാഹി, നമ്മൾ ദ്വാരക്കാറുണ്ട്. വഫിഖ്ഹാ ലിഅദാഇ കുല്ലി ഹുഖൂഖിഹാ വാജിബാത്തിഹാ. എന്താ പറയുന്നത്? നമ്മൾ ദ്വാരക്കുന്ന അതാണ്. ഈ സമുദായത്തിനെ ഒന്നിപ്പിക്കണം. ഉലമാക്കളുടെ ഇടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്.
അതും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു സംഘടനയിൽ നിന്നുള്ളവർ പല അഭിപ്രായങ്ങളില്ലേ, അതുണ്ടാകും. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് നല്ലതായ ഒരു നേതൃത്വത്തിന്റെ പിന്നിൽ രണ്ട് ഉമ്മത്തിന്റെയും രണ്ട് കൂട്ടരുടെയും നല്ല ഒരു സൗഹാർദ്ദത്തോടു കൂടെ കൊണ്ടുപോകാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇത് ആത്മാർത്ഥമായി എല്ലാവരും എപ്പോഴും പ്രാർത്ഥിക്കണം. ഇതുകൊണ്ട് ദോഷം ഉമ്മത്തിനാണ്, സമസ്തക്കാണ്, മുസ്ലിം ലീഗിനാണ് ദോഷം. അതൊക്കെ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ഉമ്മത്തിന് വഴിപേപ്പിക്കാനും തെറ്റിക്കാനും ഈ വഹാബി കൂട്ടരൊക്കെ കടന്നുകൂടിക്കൊണ്ട് ചിലതൊക്കെ പ്രവർത്തിക്കുന്നു എന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. വഹാബികളെ നേതൃസ്ഥാനത്ത് കൊണ്ടുവന്നിട്ട് അവർ സമസ്തന്റെ ഉലമാക്കളൊക്കെ ചീത്ത പറയുന്ന അവസ്ഥ, അതൊക്കെ ബോധ്യപ്പെട്ടതല്ലേ. അതിനൊക്കെ ഉടനെ നടപടി വേണ്ടേ? അതൊക്കെ ചെയ്യണം. എന്നാൽ നമുക്ക് ഒരു ശാന്തമായ അന്തരീക്ഷം ഉണ്ടാവും. മുസ്ലിം ലീഗിന്റെ സമ്മേളനം മഹത്തായി നടക്കണം, സമസ്തയുടെ സമ്മേളനം മഹത്തായി നടക്കണം, കഴിഞ്ഞതുപോലൊക്കെ നടക്കണം. അതിലേക്ക് എല്ലാവരും തിരിച്ചു വരണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ എല്ലാ ആഫത്ത് മുസീബത്തിൽ നിന്നും പിളർപ്പിൽ നിന്നും സംഘർഷത്തിൽ നിന്നും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ശൈത്താന്റെ ഫിത്ന, അതുപോലെ ശൈത്താൻ കൂടിയവരുടെ ഫിത്ന, ഇവരുടെ ഫിത്നയിൽ നിന്നൊക്കെ എന്താക്കണം? അർഹമുർ-റഹീമായ തമ്പുരാനെ ഞങ്ങളെ ഉലമാഇന്റെ സംഘടനയും അതുപോലെ ഞങ്ങളുടെ രാഷ്ട്രീയ സംഘടനയും സലാമത്താക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉദ്ഘാടനം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.